കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിവാദത്തിൽ പ്രതികരിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യം തകർക്കാൻ ഇറങ്ങിയവരാണ് കുലംകുത്തികളെന്നും ഇത്തരം പ്രവണതകൾ ഇനി ഉണ്ടാകാതിരിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിവരങ്ങൾ. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടാൻ ഹിന്ദു സംഘടനകളടക്കം ആഹ്വാനം ചെയ്യുന്ന ഇക്കാലത്ത് ഹിന്ദുക്കളിലെ ഐക്യം തകർക്കാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കുലംകുത്തികളാണെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. കാരണം ഈ ക്ഷേത്രത്തിൽ കഴകംകാരനെ ഓഫീസിലേക്ക് താൽക്കാലികമായി മാറ്റി എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ആണ് ഇത്തരത്തിലൊരു മാറ്റം. നിലവിലെ പ്രശ്നം പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു മാറ്റം നടത്തിയത്. ഉത്സവം കഴിയുമ്പോൾ തിരികെ കഴകക്കാരനാക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കഴകക്കാരന്റെ ചുമതല തിരികെ നൽകും എന്ന് പറഞ്ഞിട്ട് പോലും ചില ആളുകൾ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു. അവരെയാണ് വെള്ളാപ്പള്ളി നടേശൻ കുലംകുത്തികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രശ്നമില്ലാത്ത ഇടത്ത് ഹിന്ദു ഐക്യം തകർക്കാൻ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ ഹിന്ദു ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുലംകുത്തികളായ ചില ആളുകളാണ് ഇതിന് പിന്നിലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുകയുണ്ടായി. തന്ത്രിമാർക്ക് തന്നെ ഈ കാര്യത്തിൽ പല അഭിപ്രായമുണ്ടായിരുന്നു. അതായത് ഈ കാര്യത്തോട് യോജിക്കുന്ന തന്ത്രിമാരടക്കം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഒന്നിച്ച് അടച്ചാക്ഷേപിച്ച് വലിയ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാനാണ് കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിവാദമുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് മറുപടിയില്ല. കുലംകുത്തികളാണ് ഇതിന് പിന്നിൽ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിഷ, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉടലെടുത്തപ്പോൾ തന്നെ ഇതിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് അടക്കം വന്നതാണ്. ഒരു ജീവനക്കാരന്റെ അഭാവത്തിലാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാരനെ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നത്, അതല്ലാതെ മറ്റ് യാതൊരു വേർതിരിവും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു വിവാദമാക്കണമെന്നും ഇതിന്മേൽ തുടർ ചർച്ചകൾ വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രവൃത്തി തന്നെയാണ് ഇത് ഒരു വലിയ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാനിടയാക്കിയ സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഇതിൽ ഇനിയൊരു തുടർ വിവാദത്തിനുള്ള സാധ്യത കൂടി അടയുകയല്ലേ? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം SNDPയുടെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടു, അവിടെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചു. അവിടെ നിന്നും അറിഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തെ നിലവിലെ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഓഫീസിലേക്ക് കഴകക്കാരനെ മാറ്റി നിയമിച്ചത്. ഉത്സവം കഴിയുമ്പോൾ തന്നെ തിരികെ അദ്ദേഹത്തിന് കഴകക്കാരനായി ചുമതല നൽകും. ഈ വിഷയത്തിൽ യാതൊരു ഇത്തരത്തിലുള്ള തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഒരു വാർത്താ സമ്മേളനം ഇന്ന് തുടങ്ങിയത് തന്നെ. ഇതിന് പിന്നിൽ ഈ ഒരു സംഭവം വിവാദമാക്കാനായി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ പിന്നിൽ പല ആളുകളും. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം എന്ന പേരിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിലൊക്കെ പരിഹാരം കാണണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരിഹാരം കാണണം. പക്ഷേ നിലവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവുമില്ല. ഓഫീസിൽ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് ഉത്സവം കഴിയുന്നതനുസരിച്ച് തന്നെ കഴകക്കാരനാക്കി തന്നെ നിയമിക്കും. നിലവിൽ അവിടെയുള്ള ഒരു തർക്കം, അതായത് ഓഫീസിൽ ആളുകൾ ഇല്ലാത്ത ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടി ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിലവിൽ കഴകക്കാരനെ ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ അറിയിച്ചത് എന്നാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.